പക്ഷമായി നിൽക്കുന്നോർ ലജ്ജിതരാകുമോ? ചത്തുമണ്ണായിടും മർത്തൃനേതാക്കളോ, ചത്തുമണ്ണായിടും മർത്തൃനേതാക്കളോ, ഒത്തുവസിച്ചവർ ഓർത്തു നിരാശരാ, ഒത്തുവസിച്ചവർ ഓർത്തു നിരാശരാ. രക്ഷകനേ, നിന്റെ പക്ഷമായി ഞാൻ ഈ ക്ഷിതിയിൽ നിശ്ചയമായി നിശ്ചയമായി നിൽക്കുമെന്നായുസിൻ നാളുകളെല്ലാം, നിൽക്കുമെന്നായുസിൻ നാളുകളെല്ലാം. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ആരാധനാത്മകമായ ചിന്ത പങ്കുവയ്ക്കുന്നത് കർത്താവിൻ്റെ ദാസൻ അശോക് കുമാർ തിടനാട്. ദൈവനാമത്തിന് മഹത്വം. മോർണിംഗ് വോയിസ് ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതുല്യ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. നമ്മുടെ കർത്താവിനെ ആരാധിക്കുന്ന ഈ ദിവസത്തിൽ, ഈ നിമിഷത്തിൽ അതിനോട് ബന്ധപ്പെട്ട് ചില വാക്യങ്ങൾ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. പത്രോസ് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 16-17 വാക്യങ്ങൾ. ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, അവൻ്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നിട്ടത്രേ. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദം അതിശ്രേഷ്ഠ തേജസ്സിങ്കിൽ നിന്ന് വന്നപ്പോൾ പിതാവായ ദൈവത്താൽ അവന് മാനവും തേജസ്സും ലഭിച്ചു. അപ്പോസ്തലനായ പത്രോസ് തൻ്റെ ജീവിതത്തിൻ്റെ ഒടുവിലത്തെ നിമിഷങ്ങളിൽ ക്രൈസ്തവ വിശ്വാസ ആശയങ്ങൾക്ക് വിധേയപ്പെട്ട് ജീവിക്കുന്ന ദൈവജനത്തിന് അവരെ ഓർമ്മിപ്പിച്ച് ഉണർത്തുന്ന ചില സത്യങ്ങളാണ് ഈ ലേഖനത്തിലുള്ളത്. അതിൽ അദ്ദേഹം തൻ്റെ ജീവിത അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രഖ്യാപിക്കുകയാണ്, ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ സാക്ഷികളായി തീർന്നത് ഞങ്ങളുടെ ജീവിത അനുഭവത്തിൽ നിന്നാണ്, ഞങ്ങൾ കണ്ടതാണ്, കേട്ടതാണ്. ദീർഘവർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ കർത്താവിനോട് ചേർന്ന് കർത്താവ് ഞങ്ങളെ വിളിച്ചിട്ട് മറുരൂപമലയിലേക്ക് ഞങ്ങൾ പോയി. അവിടെ ഞങ്ങൾ കർത്താവ് അനുവദിച്ച ഒരു ദർശനം കണ്ടു. മോശയും ഏലിയാവും കർത്താവിനോട് സംസാരിക്കുന്നു. ഞാൻ കുടിലുണ്ടാക്കുന്ന കാര്യം സംസാരിച്ചു. ഉടൻ ഉയരത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു. ഈ ചരിത്ര വസ്തുതയെ പത്രോസ് ഇവിടെ വിശദീകരിക്കുകയാണ്. കർത്താവിൻ്റെ മഹത്വം, നമ്മുടെ രക്ഷകനും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ മഹത്വം ഈ വാക്യങ്ങളിൽ ഉണ്ട്. യേശുക്രിസ്തുവിൻ്റെ ശക്തി, പ്രത്യക്ഷത, കർത്താവിൻ്റെ മഹിമ, കർത്താവിൻ്റെ മാനം, തേജസ്, പിതാവായ ദൈവത്താൽ ലഭിച്ചത്, പിതാവ് തൻ്റെ പുത്രനെക്കുറിച്ച് ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന് പ്രഖ്യാപിക്കുന്നത്, ഇങ്ങനെ യേശുക്രിസ്തുവിൻ്റെ വ്യക്തിവിശേഷത്തെയും പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തെയും ഇവിടെ പത്രോസ് രേഖപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, നാം ആരാധിക്കുന്ന മഹാദൈവത്തിൻ്റെ, നാം ആരാധിക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകതകളാണ് ഈ വാക്യങ്ങളിലുള്ളത്. എന്നാൽ ഈ ഭാഗം നമ്മുടെ ശ്രദ്ധയിൽ വരുമ്പോൾ പത്രോസിൻ്റെ ഒരു വാക്കിനോട് ബന്ധപ്പെട്ടാണ് പിതാവായ ദൈവം അതിശ്രേഷ്ഠ തേജസ്സിങ്കൽ നിന്നുകൊണ്ട് പുത്രനെക്കുറിച്ച് വിവരിക്കുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിനെ മോശയോടും ഏലിയാവിനോടും തുലനം ചെയ്യുവാൻ പിതാവായ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അത് കൃത്യമായ വ്യക്തമായ മറുപടിയാണ് പിതാവ് നൽകുന്നത്. എന്നാൽ എന്നെ ഈ ഭാഗം വായിച്ചപ്പോൾ ചിന്തിപ്പിച്ചത്, യേശുക്രിസ്തുവിൻ്റെ വ്യക്തി വിശേഷത്തെ കൃത്യമായി പിതാവായ ദൈവം കൃത്യസമയത്ത് ശിഷ്യന്മാരുടെ മുമ്പാകെ പ്രഖ്യാപിച്ചു എങ്കിൽ
ഇതേ കർത്താവിൻ്റെ വാക്കുകൾ ക്രൂശിൽ നമ്മൾ കേൾക്കുന്നുണ്ട്. പിതാവായ ദൈവത്താൽ മാനവും തേജസ്സും ലഭിച്ച ശക്തിയും പ്രത്യക്ഷതയും മഹത്വവുമുള്ള അതിശ്രേഷ്ഠ തേജസ്സിങ്കൽ നിന്ന് പ്രഖ്യാപനമുണ്ടായ ഈ ക്രിസ്തുവിനെക്കുറിച്ച് ക്രൂശിൽ കിടക്കുന്ന നിമിഷങ്ങളിൽ നാം വായിക്കുന്നത് എങ്ങനെയാണ്? മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 46-ാം വാക്യം. ഏകദേശം 9-ാം മണി നേരത്തെ യേശു ഏലി ഏലി ലെമ്മ ശബത്കാനി എന്ന് ഉറക്കെ നിലവിളിച്ചു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്നർത്ഥം. ഇരുട്ടിൻ്റെ മണിക്കൂറുകളിലെ കഠിനമായ വ്യതയ്ക്ക് ശേഷം നമ്മുടെ കർത്താവ് പിതാവിനോട് നിലവിളിക്കുന്നു. എന്നാൽ ഒരിക്കൽ തൻ്റെ പുത്രൻ്റെ മഹത്വം കൃത്യമായി പ്രഖ്യാപിച്ച പിതാവ് ഏലിയാവിനെയും മോശയെയും തുല്യപ്പെടുത്തുവാൻ കഴിയുന്നയാളല്ല ക്രിസ്തുവെന്ന് പിതാവായ ദൈവം പ്രഖ്യാപിച്ച അതേ വ്യക്തിവിശേഷം ഇവിടെ കഠിനമായ വേദന സഹിച്ചുകൊണ്ട് നിലവിളിക്കുന്നു. ആ നിലവിളിയുടെ മുമ്പാകെ ഒരു വാക്കുപോലും പിതാവ് ഉച്ചരിക്കുന്നില്ല. എന്താണ് ഒരു ശബ്ദവും പ്രതികരണവും ആ മറുരൂപമലയിലെ പോലെ സംഭവിക്കാതിരുന്നത്? അവിടെയാണ് നമ്മളോടുള്ള ദൈവത്തിൻ്റെ പ്രത്യേക കൃപയും പ്രവൃത്തിയും നമുക്ക് ദർശിക്കാൻ കഴിയുന്നത്. റോമാലേഖനം 8-ാം അധ്യായം 32-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് പോലെ, നമുക്ക് വേണ്ടി സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവനെന്ന് നാം ശ്രദ്ധിക്കുന്നത് പോലെ ഇവിടെ പുത്രൻ ഏൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ് നമുക്കെല്ലാവർക്കും വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ, നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷയായ നരകശിക്ഷ നമ്മിൽ നിന്ന് മാറ്റുവാൻ, തീയും ഗന്ധകവും കത്തുന്ന തീപ്പൊയ്കയിൽ ഞാനും നിങ്ങളും അനുഭവിക്കേണ്ട ശിക്ഷ മുഴുവൻ നമ്മുടെ കർത്താവ് അനുഭവിക്കുകയാണ്. അങ്ങനെ അനുഭവിക്കുന്ന നിമിഷങ്ങളിൽ പിതാവിനൊരിക്കലും തൻ്റെ പുത്രൻ്റെ മഹത്വം കൃത്യമായി അറിയാമെങ്കിലും അത് പ്രഖ്യാപിക്കുവാൻ കഴിയാതിരിക്കുന്നതിൻ്റെ കാരണം എൻ്റെയും നിങ്ങളുടെയും സ്ഥാനത്താണ് നമ്മുടെ കർത്താവ് ക്രൂശിൽ കിടക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവസ്നേഹത്തിൻ്റെ മഹനീയമായ അനുഭവമാണ് നാം അവിടെ ശ്രദ്ധിക്കുന്നത്. ഒരിക്കൽ പുത്രനെ ശിഷ്യഗണത്തിൻ്റെ മുമ്പിൽ ഏറ്റവും ഉയർത്തിയ പിതാവ്, ആ അനുഭവം വെച്ചിട്ട് യേശുക്രിസ്തുവിൻ്റെ സാക്ഷികളായി തീർന്ന പത്രോസ് ഉൾപ്പെടെയുള്ള ശിഷ്യന്മാർ. എന്നാൽ ഇവിടെ അങ്ങനെ ഒരു സാക്ഷ്യം പുത്രനെക്കുറിച്ച് ക്രൂശിൽ വെച്ച് ആ നിലവിളിയുടെ മുമ്പാകെ പറയുന്നില്ല. ഒറ്റ കാരണമേ ഉള്ളൂ, ഞാനും നിങ്ങളും കൈവിടപ്പെട്ടു പോകേണ്ടവരാ പിതാവിനാൽ നിത്യനരകത്തിലേക്ക്. ആ സ്ഥാനത്തിലൂടെ നമ്മുടെ കർത്താവ് കടന്നുപോയി നമ്മെ രക്ഷിച്ചതുകൊണ്ട് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. നമ്മെ സ്നേഹിച്ച പിതാവിനെ, നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് പിതാവിനാൽ കൈവിടപ്പെട്ട് ശിക്ഷയിലൂടെ കടന്നുപോയ, അന്ധകാരത്തിൻ്റെ മണിക്കൂറുകളിലൂടെ കടന്നുപോയ കർത്താവിനെ നമുക്ക് ധ്യാനിക്കാം. ഈ സത്യങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകർന്നു തന്ന പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ പ്രവൃത്തി നിമിത്തം നമുക്ക് കർത്താവിനെ തുടർന്നും ആരാധിക്കാം, കർത്താവിനെ മഹത്വപ്പെടുത്താം. പിതാവേ, നീ എന്നെ ഇങ്ങനെ സ്നേഹിക്കുവാൻ, എന്നെ രക്ഷിക്കുവാൻ, പുത്രനെ തള്ളിക്കളഞ്ഞുകൊണ്ട് മറുപടി കൊടുക്കാതെ എന്നെ രക്ഷിക്കുവാൻ, പുത്രൻ്റെ വ്യക്തിവിശേഷം എത്ര ഉന്നതമാണ്, എന്നിട്ടും ആ പുത്രൻ്റെ വാക്ക് കേൾക്കാതെ കൈവിട്ടതെന്തെന്നുള്ള നിലവിളിക്ക് മറുപടി കൊടുക്കാതെ എന്നെ രക്ഷിച്ച പിതാവേ, നിനക്ക് സ്തോത്രം, നന്ദി, മഹത്വം എന്ന് പറയുവാൻ ഈ രാവിലെ നമുക്ക് കൃപ ലഭിക്കുന്നത് കൊണ്ട് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഒരിക്കൽ സ്വന്തം പുത്രനു വേണ്ടി ശിഷ്യഗണത്തിൻ്റെ മുമ്പിൽ കൃത്യമായി മറുപടി കൊടുത്തവൻ, എൻ്റെയും നിങ്ങളുടെയും പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ക്രൂശിൽ കിടന്ന് നിലവിളിക്കുമ്പോൾ ഒരു മറുപടിയും കൊടുക്കാതിരുന്നത് എന്നെയും നിങ്ങളെയും രക്ഷിക്കുവാനാണ്. ആ സ്നേഹത്തെ ധ്യാനിച്ച് ആ സ്നേഹത്തിൻ്റെ മുമ്പാകെ തലകളെ വണക്കി നന്ദി അർപ്പിക്കാം. അങ്ങനെ പ്രവർത്തിച്ച രക്ഷാപ്രവൃത്തി നിമിത്തം നാം ഇന്ന് രക്ഷ പ്രാപിച്ചവരായി, പാപമോചനം നേടിയവരായി, സ്വർഗത്തിലെ പിതാവിൻ്റെ മക്കളായി തീർന്നു. ഇന്ന് പുത്രനോടുകൂടെ കൂട്ടവകാശം നമുക്ക് ലഭിച്ചു. പുത്രൻ നമുക്ക് ചെയ്ത രക്ഷണ്യ പ്രവൃത്തിയെ ധ്യാനിച്ച് കർത്താവിൻ്റെ മുമ്പാകെ നന്ദി അർപ്പിക്കാം. ത്രിയേക ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തി നിമിത്തം നമുക്ക് ലഭിച്ച
സ്വർഗപ്രവേശം, പാപമോചനം, നിത്യജീവൻ, ദൈവമക്കളെന്നുള്ള സ്ഥാനം, ഇതെല്ലാം ധ്യാനിച്ച് തുടർന്നും കർത്താവിന് നന്ദി അർപ്പിച്ച് ആരാധിച്ചു കൊണ്ടിരിക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.